എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യങ്ങൾ വായിച്ചു. 19 എബ്രായ ലേഖനം 10:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യം ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് മതി. സ്തോത്രം. അവിടെ രണ്ട് കാര്യങ്ങൾ, 21-ാം വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ശ്രദ്ധിച്ചേ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിലൊരു മഹാപുരോഹിതനും നമുക്കുള്ള. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് കൊണ്ട് എന്നതിൻ്റെ അടിയിൽ മാത്രം വരയിടുക. നമുക്കുള്ള 4 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്നത്. സഭയ്ക്കുള്ള രണ്ടാമത്തെ കാര്യം. 2 കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. ധൈര്യവും മഹാപുരോഹിതനെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാൻ ആ മഹാപുരോഹിതനെ ഹൈഡ് ചെയ്യുന്നു ഈ വാക്യത്തിലെ. കാരണം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇനി ആ വാക്യത്തിൽ ശേഷിക്കുന്നത് ധൈര്യമാണ്. അപ്പോൾ ആ വാക്യത്തെ നമ്മൾ മഹാപുരോഹിതനെ മാറ്റി ഇങ്ങനെ ചിന്തിക്കാം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യം നമുക്കുള്ളത് കൊണ്ട്. ധൈര്യം സ്തോത്രം എന്നതൊരു ചെറിയ കാര്യമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബലഹീനനായിരിക്കുന്നതിന് മനുഷ്യന് ധൈര്യം ഉണ്ടാവില്ല. യേശുക്രിസ്തുവിനെങ്കിലേക്ക് വന്നപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു സംഭവമാണ് ധൈര്യം. അതുകൊണ്ടാണ് ക്രിസ്തീയ മാർഗത്തിൽ ഇത്രയും രക്തസാക്ഷികൾ ഉണ്ടാകണമെങ്കിൽ എൻ്റെ കാരണം ഭയങ്കര ധൈര്യമാണ്. എന്തിനേറെ പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 4 നിങ്ങൾ വായിച്ചിട്ടില്ലേ, പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാൽ. അപ്പം അവർ ശരിക്കും ടോട്ടലി യേശുവിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സംഭവമാണ് ധൈര്യം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒറിജിനൽ ക്രിസ്ത്യാനി, ഇപ്പം ഞാൻ ചെറിയ കാര്യം തെളിച്ച് പറയാൻ പോവുക. നമ്മുടെ ഇടയിൽ കുറേ സ്തോത്രം എന്താ പറയുക ആൾക്കാരുണ്ട്. അതിനകത്ത് ഈ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓൺലൈനിലുണ്ടെങ്കിലും ഞാൻ ആ കാര്യം ഏതൊക്കെയാലും പറയാൻ വന്നവനാണ്. സ്തോത്രം. അതിൻ്റെ പേരിൽ പറയുക കേട്ടോ. ഈ നമ്മുടെ ചില ആൾക്കാരുടെ ശുശ്രൂഷയും പ്രവചനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങ് എന്താ പറയുക ഉള്ള ധൈര്യമോടെ കളയും. എഫേസ്യ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 5 തരം ശുശ്രൂഷകന്മാരെ ദൈവമായ കർത്താവാക്കി വെച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അവരെ 5 പേരെ ആക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് താഴേക്ക് വരികയാണ്. എന്തിനാണ് അവരെ ആക്കി വെച്ചിരിക്കുന്നത്? വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ക്രിസ്തുവാകുന്ന തലയോളം വളരുകയും അവൻ്റെ തികഞ്ഞ പുരുഷത്വത്തിൽ, നാം അതെല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണമായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. എന്തിനാ ഈ 5 പേരാക്കി വിശുദ്ധന്മാരുടെ യഥാസ്ഥാപന ശുശ്രൂഷ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക ഈ 5 തരം ശുശ്രൂഷകന്മാരെ ദൈവം തമ്പുരാൻ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എഴുതിയിരിക്കുന്നത് പൗലോസ് എഫേസ്യ ലേഖനത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ, വിശ്വാസികളായിരിക്കുന്ന നമ്മളെ ഈ 5 കൂട്ടരും കൂടി എന്ത് ചെയ്തിരിക്കണം? യേശു വരുമ്പോഴേക്ക് എന്ത് ചെയ്തിരിക്കണം? ഒന്ന് പറയാന്നേ, ദൈവത്തെ ഓർത്ത്. ആ വാക്കുകൾ കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഒന്ന്, നമ്മൾ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യതയിലും. അവിടെ ചില വാക്കുകൾ മാത്രം വെക്കാം. തികഞ്ഞ പുരുഷത്വം. തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഈ 5 തരം ശുശ്രൂഷകന്മാർ നമ്മുടെ മേലെ ശുശ്രൂഷ നടത്തി നമ്മളെ ആരാക്കണം? തികഞ്ഞ പുരുഷത്വമുള്ളവരാക്കണം. പുരുഷത്വം എന്നൊരു വാക്ക് വേദപുസ്തകത്തിലെ പ്രസംഗ വിഷയമാണ്. കാരണം ബൈബിളിൽ ചിലരെ മാത്രം വിളിച്ചിരിക്കുന്നൊരു പേരുണ്ട്. സ്തോത്രം. ദൈവപുരുഷൻ. ദൈവം എല്ലാവരെയും വിളിച്ചിട്ടില്ല. പൗലോസ് കൊരിന്ത്യരോട് പറയുന്നുണ്ട്, പുരുഷത്വം കാണിപ്പീൻ. പുരുഷത്വം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആണിനോടും പെണ്ണിനോടും അപ്പനോടും അമ്മയോടും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതാണ്. എന്താ? പുരുഷത്വം. പുരുഷത്വത്തിൻ്റെ ലക്ഷണം എന്താ? നമ്മൾ ചോദിക്കത്തില്ലേ, ഞാൻ സ്കൂളിൽ പഠിച്ച കാലത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്നും വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പറയും, എനിക്ക് പേടിയാണ്, എന്നെ കുത്തുവരുത്താൻ മറ്റോ കണ്ണുരുട്ടി. അപ്പോൾ എൻ്റെ അപ്പൻ്റെ, ചേട്ടാ നീ ഒരാളാണോടാ, ഓർണം നീയും കൊടുക്കടാ അങ്ങോട്ട്. അന്ന് എൻ്റെ അപ്പം പറയായിരുന്നു, പാസ്റ്ററൊക്കെ ആവുന്നേക്കാൻ പറ്റും, മൂക്ക് നോക്കി ഇടി കൊടുക്കണോടാ, നീ ഒരാളാണ്, എന്നും വന്ന് പെണ്ണുങ്ങൾ പറയോടൊന്നും അറിയാതെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആണും പെണ്ണും കെട്ടൊരു സാധനമായിട്ട് പോകും. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ശുശ്രൂഷ കൊണ്ട്. ഇപ്പം സംഭവം ഞാൻ തുറന്നു പറയുകയാണ്, നമ്മുടെ കയറി ഇറങ്ങി സഭയെ ഇപ്പം ആണും കണ്ണും കെട്ടൊരു സാധനമാക്കി കളഞ്ഞു. പെന്തിക്കോസുകാരെ പോലെ പേടിയുള്ളൊരു ടീം വേറെയില്ല. സിംഗപ്പൂരിലില്ല, കേരളത്തിൽ
നിങ്ങൾ കണ്ണുരുട്ടുന്നുണ്ട്, ഇത് പറയാനാണോ വിസ എടുത്ത് ഇങ്ങോട്ട് വന്നതെന്ന്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, വെറുതെ കൊണ്ട് തലവെച്ച് കൊടുക്കരുത്. നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച് അതുണ്ട് ഇതുണ്ട് കെട്ടുണ്ട് പൂട്ടുണ്ട് അമ്മിക്കല്ലിൻ്റെ കീഴെയുണ്ട് കെൻഡി കലക്കിയിട്ടുണ്ട് വെല്ലിപ്പിച്ചൻ്റെ കാലത്ത് ഉള്ളി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വെറും എന്താക്കി മാറ്റിയെന്നറിയാമോ? ഇന്ന് തിരിച്ചറിയണം, 5 തരം ശുശ്രൂഷകരുടെയും ശുശ്രൂഷ കൊണ്ട് കർത്താവ് ചോര കൊണ്ട് വീണ്ടെടുത്തവരെ കർത്താവ് വരുമ്പോഴേക്ക് ആണുങ്ങളാക്കി കൈ കൊടുക്കണം. സ്തോത്രം. കുറവും പോരായ്മ ഉണ്ടെങ്കിൽ ബ്രദറെ, നിനക്ക് ഈ പ്രശ്നം പറ്റുന്നത് നിന്റെ വേലി പൊളിഞ്ഞ് കിടക്കുകയാണ്, അവിടെ നീ നേരെ ചുവേ നിൽക്ക്. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ദോഷവും വരികയല്ല. കാരണം 10 തരം സംരക്ഷണയാണ് ഒരു വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്നത്. അത്രയ്ക്ക് സുരക്ഷിതത്വമുള്ളവരാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവൻ നയിക്കുന്ന ദൈവമക്കൾ. അപ്പൊ അവരെ ആക്കി വെച്ചിരിക്കുന്നത് പുരുഷത്വത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യാനിത്വത്തിന് ജീവിക്കാൻ വേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമല്ല, പണമല്ല, ജോലിയല്ല, ഒന്നുമല്ല വേണ്ടത്. ജീവിക്കാൻ വേണ്ടത് ധൈര്യമാണ്. രാജാവിന്റെ മോനായി ജനിച്ചാലും ധൈര്യമില്ലാത്തവൻ കെട്ടി തൂങ്ങിച്ചാവും, തീവണ്ടിക്ക് തല വയ്ക്കും. 35-ാമത്തെ വയസ്സിലോ 42-ാമത്തെ വയസ്സിലോ തീവണ്ടിക്ക് തല വെച്ചവൻ്റെ ഹിസ്റ്ററി പഠിച്ചു നോക്ക്. വേറെ ഒന്നും കൊണ്ടല്ല, അവനേക്കാൾ കഷ്ടമുള്ളവൻ ലോകത്തിലുണ്ട്, അവനേക്കാൾ കടമുള്ളവനുണ്ട്. എന്തുകൊണ്ട് മറ്റവൻ തല വെച്ചില്ല, ഇവൻ തല വെച്ചു? ജീവിക്കാൻ ധൈര്യമില്ല. ജീവിക്കാൻ നമുക്ക് ഏറ്റവും വേണ്ടത് ധൈര്യമാണ്. നമ്മുടെ ജീവിതം വേറെയാണ്. 5 കിലോ അരിയും സ്വത്രം 2 കിലോ മീനും മേടിച്ച് പിള്ളേരെ വളർത്തിയാൽ പോരാ, നമുക്ക് പോരാട്ടമുണ്ട്. പിശാചിനോട് എതിർത്ത് നിന്നെങ്കിലേ ക്രിസ്തീയ ജീവൻ നയിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടത് വേറെ ഒന്നുമല്ല, ധൈര്യം. വേദപുസ്തകം എഫേസ്യ ലേഖനമാണ് അതിനെക്കുറിച്ചെല്ലാം വിശദമാകുന്നത്. അത് എഫേസ്യ ലേഖനം മുഴുവൻ പഠിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം, നമുക്ക് പോരാട്ടമുള്ളത്. വായിച്ചിട്ടുണ്ടോ? നമ്മളോട് പോരാട്ടം നല്ല എഴുതിയിരിക്കുന്നത്, നമുക്ക് പോരാട്ടം. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? നമ്മളോട് എല്ലാവരും വന്ന് പറയുന്നത് എന്താ? അമ്മാമ്മ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടു അമ്മാമ്മയോട് ഭയങ്കര പോരാട്ടമാണ്. അപ്പോൾ ആണുങ്ങളെ പോലെ തിരിച്ച് മറുപടി പറയണം, എൻ്റെ പൊന്ന് കുഞ്ഞോളെ, ഞാനൊരു 5 കൊല്ലമായിട്ട് അങ്ങോട്ട് പോരാടിക്കൊണ്ടിരിക്കുക. കാരണം എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിന്നോട് പോരാടുന്ന സമയം വരെ ഇങ്ങനെ ഇരിക്കരുത്, എവിടെയെങ്കിലും വെച്ച് സാത്താനെ കണ്ടാൽ നീ അങ്ങോട്ട് പോരാടിയേക്കണം. അതല്ലേ പൗലോസ് എഴുതിയിട്ട് പോയത്? നമുക്ക് പോരാട്ടമുള്ളത്. എവിടെയെങ്കിലും വെച്ച് കുടുംബത്തെ തകർക്കുന്ന, ഞങ്ങളുടെ വെല്ലിപ്പച്ചന്റെ കാലം മുതൽ ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരുന്ന സാത്താനെ ഏതെങ്കിലും വഴിയിൽ വെച്ച് കണ്ടാൽ വെറുതെ വിടിയേല, ഞങ്ങൾ പോരാടിയിരിക്കും. അതാ സഭ. സഭയോട് പറഞ്ഞിരിക്കുന്ന അതാ, നമ്മൾ അങ്ങോട്ട് കയറി അടിച്ചേക്കണം. നാട്ടുകാരെ അല്ല, വീട്ടിൽ പറയുന്നത് പിശാചിനെ. ഇത് ആത്മീകമാണ് കേട്ടോ. സ്തോത്രം. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ഫോൺ ചെയ്യരുത് വൈകുന്നേരം. കാരണം ഇത് ആത്മീകമാണ്. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ സർവായുധ വർഗം ധരിച്ചുകൊണ്ട്. സ്തോത്രം. അത് ദൈവം. അപ്പം അതിന് വേണ്ടതെല്ലാം എന്താണെന്നറിയുമോ? ധൈര്യം. അപ്പൊ ഈ എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഏത് പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ലോകത്തിൽ നിനക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ലേഖനത്തിൽ വിശ്വാസിയോട് പറയുന്നത്. സ്തോത്രം. നീ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യമില്ല, നീ പ്രാർത്ഥിച്ചാൽ നിവരാത്തൊരു കേസുമില്ല. പക്ഷെ നീ തളരരുത്. വേദപുസ്തകത്തിനകത്ത് യേശുക്രിസ്തു ഏറ്റവും അധികം ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളും ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? ലോകത്തിൽ എല്ലാവർക്കും പേടിയുണ്ടാവും, പക്ഷെ ഞാൻ കൂടെ ഉള്ളപ്പോൾ, ഞാൻ വീണ്ടെടുത്തിരിക്കുന്ന നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? സ്തോത്രം. അപ്പം നമ്മൾക്ക് ദൈവമായ കർത്താവ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്നാണെന്നറിയാമോ? ഈ ആരെങ്കിലും പറഞ്ഞു, നമ്മൾ ഈ വാക്ക് കണ്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് വട്ടത്തിലിരുന്ന് കൈകോർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ 5 പേര് 4 പേര് എത്രയായിരിക്കട്ടെ, ഇത് പ്രാർത്ഥിക്കണം. എബ്രായ ലേഖനം ഈ 10-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഈ കർത്താവിൻ്റെ സാക്ഷികളായി ഈ സാത്താൻ പ്രഭുവായിരിക്കുന്ന ഈ ലോകത്ത് ജീവിക്കാൻ എനിക്കും എൻ്റെ പിള്ളേർക്കും അസാധാരണമായി
ആത്മീയമായ ധൈര്യം നൽകണം കർത്താവേ. യേശുവിനെ ഉയർത്താൻ, ദൈവമക്കളായി ജീവിക്കാൻ, ഈ കള്ളപ്പിശാചിന്റെ മുമ്പിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് വേറൊന്നും വേണ്ടപ്പാ. ധൈര്യം, അങ്ങനെ ധൈര്യം തന്നാ മതി, ഞങ്ങൾ ജീവിച്ചോളാം. ധൈര്യം തന്നാ മതി, ഞങ്ങൾ എതിർത്തോളാം. ഹല്ലേലൂയ. പറഞ്ഞു എന്ത് വന്നാലും നിങ്ങൾക്ക് ധൈര്യം തന്നില്ലേ ദൈവം? ധൈര്യമുള്ളവനെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റൂടെ? പേടിച്ചു പോയവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയല്ല. 1-2 കാര്യങ്ങൾ ഞാൻ 5 മിനിറ്റും കൊണ്ട് പറഞ്ഞ് നിർത്തി തരാം കേട്ടോ. ശ്രോത്രം, 1-2 കാര്യങ്ങൾ മാത്രം. അവിടെ എഴുതിയിരിക്കുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. നാളെ അതിലേക്ക് പോകാൻ പറ്റില്ല, ബാക്കി 2 കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചേ. 19-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന, ചുമ്മാ നമുക്ക് ധൈര്യം ഉണ്ടാക്കി തന്നതല്ല. ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഹോർമോണൊന്നും കുത്തിവെച്ചതുമല്ല. പിന്നെ എങ്ങനെ അത് ഉണ്ടായെന്നൊന്ന് മനസ്സിലാക്കണം. അതോടെ അറിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടോളുക. അതുകൊണ്ട് സഹോദരന്മാർ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീല കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. അവിടെ ഒരു പുതുവഴിയായി എന്നൊരു വാക്ക് കണ്ടോ? ഈ വഴിയിലൂടെ, ആ വഴി കൂടെ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ പ്രതിഷ്ഠിച്ച, ആ വാക്ക് കേട്ടോ, പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. സ്തോത്രം. തൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിനുള്ള ധൈര്യം. അപ്പോൾ ദൈവം ഇരിക്കുന്ന സ്ഥലമാണ് വിശുദ്ധ മന്ദിരം. അവിടേക്ക് പ്രവേശിക്കാൻ വേണ്ടി യേശു ദേഹം എന്ന തിരശ്ശീല കീറിക്കൊണ്ടൊരു ജീവനുള്ള പുതുവഴി ഉണ്ടാക്കി. ആ പുതുവഴിയിലേക്ക് കയറിയാൽ നിനക്ക് അസാധാരണ ധൈര്യം ഉണ്ടാക്കിക്കോളും അങ്ങ് ചെല്ലാൻ വേണ്ടി. അപ്പോൾ ഏതാണ് ആ പുതുവഴി? സ്തോത്രം. യേശു ദേഹം എന്ന തിരശ്ശീല ചീന്തിയത് കാൽവരിയെ ഉദ്ദേശിക്കുന്നത്. അവിടെ വെച്ചാണ് യേശുവിൻ്റെ ദേഹം തകർക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഈ വഴി ഉണ്ടായത്. ഈ വഴി എന്ന് പറയുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വഴി യേശു വഴിയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ വഴി, യേശു ദേഹം എന്ന തിരശ്ശീല ചീന്തി ഉണ്ടാക്കിയ മാർഗം, ആ വഴി ദൈവത്തിൻ്റെ സഭയാണ്. ജീവനുള്ള പുതുവഴി ദൈവത്തിൻ്റെ സഭയാണ്. ആ സഭയെ നമുക്ക് പ്രതിഷ്ഠിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. കോൺസെക്രേറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇംഗ്ലീഷിൽ കാണുമല്ലോ. അവിടെ സ്തോത്രം കഴിഞ്ഞാൽ ആ വാക്യത്തിനകത്ത് 19-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, താഴേക്ക് വായിക്കുമ്പോൾ 19-20 കിടക്കുന്ന വാക്കുകൾ കാണും. അങ്ങനെ ഒരു വാക്ക് അവിടെ കണ്ടേക്കാം. എഴുതിയിരിക്കുന്നത് കോൺസെക്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ആ വാക്കിന് ഗ്രീക്കിൽ കിടക്കുന്നത് കുറച്ചുകൂടെ സ്തോത്രം പ്രമാദമായിരിക്കുന്ന അർത്ഥമാണ്. അതിനർത്ഥം ഇതാണ്. ശരിക്കും അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ പറയാം. നമ്മളിപ്പോൾ ഒരു എയർപോർട്ട് ഉണ്ടാക്കി. എയർപോർട്ടൊക്കെ പണിതതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് ആ എയർപോർട്ട് പൊതുജനത്തിന് തുറന്നു കൊടുക്കുകയാണ്. ഒരു ഹൈവേ പണിതതിന് ശേഷം, അത് പണിയൊക്കെ തീർന്നതിന് ശേഷം അതിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന ഒരു ആൾ വന്നിട്ട് അത് തുറന്നു കൊടുക്കുകയാണ്. അതിനാണ് നമുക്ക് പ്രതിഷ്ഠിച്ച, ഡെഡിക്കേറ്റ് ചെയ്യുക. നമുക്ക് ദൈവസഭ ഉണ്ടാക്കിയിട്ട് ദൈവം എന്ത് ചെയ്തു? പൊതുലോകത്തിന് അത് ഡെഡിക്കേറ്റ് ചെയ്തു. ഈ സഭയ്ക്കകത്തേക്ക് ആർക്ക് വേണമെങ്കിലും വരാം. അതിന്ന കുടുംബത്തിൽ ജനിക്കണമെന്നില്ല, ഇന്ന വീട്ടിലായിരിക്കണമെന്നില്ല. ഏത് ലോകത്തിൽ ഏതൊരുത്തിനും യേശുക്രിസ്തുവാണ് അത് പ്രതിഷ്ഠിച്ചിട്ട് പോയത്. കർത്താവിൻ്റെ സഭ എന്ന് പറയുന്ന ജീവനുള്ളൊരു വഴി, ഒരു മാർഗം അവിടെ ഉണ്ട്. അതിനകത്തേക്ക് നീ കയറണം. ആവശ്യം വരുമ്പോൾ ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിക്കാൻ വരികയല്ല, സഭ എന്ന ആ ജീവനുള്ള വഴിയിലേക്ക് കയറി നിൽക്കണം. ആ വഴി കയറിയിരുന്നാൽ മതി, അതിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നാൽ മതി. സ്തോത്രം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വഴി അതൊരു മാർഗമാണ്. അത് നിന്നെ കൊണ്ട് എത്തിക്കും ദൈവം ഇരിക്കുന്ന വിശുദ്ധ മന്ദിരത്തിലേക്ക്. അതിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പ്രവൃത്തി പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒറ്റപ്പെട്ട് നിൽക്കാൻ ആരെയും ദൈവം അനുവദിക്കുകയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് നിങ്ങളെ ദൈവം കൊണ്ട് കയറ്റും. അതിനകത്തെ കയറുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഭയങ്കര ധൈര്യമാണ്. സ്തോത്രം. സഭയുടെ നടത്തിപ്പുകാരൊക്കെ, ഞാനൊരു പാസ്റ്ററാണ്, ഞാനതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്, കർത്താവേ, ഞാൻ ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ സഭയ്ക്കകത്ത് ആര് വന്നാലും അവൻ അസാധാരണമായി ധൈര്യം കൊടുക്കണം. അവൻ പേടിക്കരുത്. ഏറെക്കുറെ 98% അത് ഫലിച്ചിട്ടുണ്ട്. 1-2 പേര് പിന്നെ യൂത ഉണ്ടായിരുന്ന പോലെ എല്ലാ സഭയിലും കാണുമല്ലോ. അത് പിന്നെ നമ്മൾ കണ്ണടച്ച് വിട്ടിരിക്കുക, പോട്ടേന്ന് വെച്ചിരിക്കുക. അതിൻ്റെ പുറകെ നടന്നാൽ നമ്മുടെയും കൂടി മെനക്കെടാവത്തുള്ളൂ. അത് പിന്നെ ഞാൻ നമ്മുടെ അസോസിയേറ്റ് പാസ്റ്റേഴ്സിനും പറയുന്നുണ്ട്, വിട്ടേരെ, ഏതെങ്കിലും മൂലയിൽ ഇരുന്നോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ബാക്കി 98% ആളുകളും പ്രാർത്ഥന ഫലിച്ചിട്ടുണ്ട്.
സ്വത്രം. ആത്മഹത്യക്ക് കയറേന്ന് അഴിച്ചുകൊണ്ട് വന്നവർ വരെയുണ്ട്. പക്ഷേ ഇന്ന് അവരോട് ചോദിച്ചാൽ പറയും, മരണം വരെ ജീവിക്കാനുള്ള ധൈര്യം യേശു തന്നു. കാശില്ലെങ്കിലും വീട്ടുകാർ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ സ്വത്രം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, സുവിശേഷം അറിഞ്ഞ് സത്യം മനസ്സിലാക്കി ഈ മാർഗമാണ് യഥാർത്ഥ മാർഗമെന്നറിയാവുന്ന നൂറുകണക്കിന് ആളുകൾ എനിക്കറിയാം. ഞാനോട് ചോദിക്കും, എന്നിട്ടെന്താ പക്ഷെ ഒന്നും പറയേണ്ട പാസ്റ്റേ, അത്രയും ധൈര്യമില്ല. നമുക്കെന്തുകൊണ്ട്? ഇവിടെ ഇരിക്കുന്ന പലരോടും ചോദിക്കാം. അപ്പനും അമ്മയൊക്കെ നാട്ടിലുണ്ട്. എത്രയോ സഹോദരിമാർ കേരളത്തിൽ സ്വത്രം എല്ലാ സഭയിലും നോക്കിയാൽ അറിയാം. നമ്മുടെ കേരളത്തിലെ സഹോദരിമാരുടെ ഭാഗവും സഹോദരന്മാരുടെ ഭാഗം നോക്കിയ ഒരുമാതിരി പാസ്റ്ററൊക്കെ അവിടെ ശുശ്രൂഷിക്കുന്നവരല്ലേ. എല്ലാ സഭയിലും ഞാൻ എത്രയോ സഭയിൽ ശുശ്രൂഷിക്കാൻ പോകുന്നതാണ്. എല്ലാ യോഗത്തിനും സഹോദരിമാരുടെ ഭാഗം മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ നിറഞ്ഞിരിക്കുക. സഹോദരന്മാരുടെ ഭാഗം മിക്കവാറും മാരാമങ്ങാംശം നടക്കുമ്പോൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പമ്പയാറ്റിലേക്ക് നോക്കും പോലെയാണ്. മാരാമങ്ങാംശം നടക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ആറിലെ വെള്ളം മുഴുവൻ കൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രം ഒഴുകും, ഇവിടെ മുഴുവൻ മണലായിരിക്കും. എന്നതുപോലെ മിക്കവാറും സഭയിലെല്ലാം സഹോദരന്മാരുടെ ഭാഗം മിക്കവാറും ഇത്രയൊക്കെ കാര്യമുള്ളൂ. സഹോദരിമാരുടെ ഭാഗം കയറ്റം. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ സഭകളിലും ആദ്യം വിശ്വാസത്തിലേക്ക് വന്നതൊക്കെ സഹോദരിമാരാണ്. ഒരുമാതിരി വീടുകളിലെല്ലാം ഭർത്താവുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ സത്യം മനസ്സിലാക്കിയപ്പോൾ അവർക്ക് കിട്ടിയ അസാധാരണ ധൈര്യമാണ്. വെറും കാര്യമല്ല, അസാധാരണ ധൈര്യം. എത്രയോ പേരെ നാട്ടിലെങ്ങാൻ വരുവാണെങ്കിൽ ഒരു ഞായറാഴ്ച അവിടെ വരുവാണെങ്കിൽ ഞാൻ ഓരോരുത്തരെ പിടിച്ച് നിർത്തി കാണിച്ചു തരാം. സ്തോത്രം. എന്തൊക്കെ വന്നാലും വീട്ടുകാർ മറ്റവരൊക്കെ ഭയങ്കരമായിരിക്കുന്ന കിംവദന്തികളും കള്ളപ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടും സ്വർഗസ്ഥനായ ദൈവം ഒരു ധൈര്യം അകത്തേക്ക് കൊടുത്തപ്പോൾ നാളെ എന്താകുമെന്ന് വിചാരിക്കാതെ തൻ്റെ ഇടത്തോടെ പട്ടിണി കിടന്ന് ചാപത്തുള്ളൂന്ന് വീട്ടുകാർ പറഞ്ഞു വിട്ടിട്ടും അതിൻ്റെ നടുവിൽ പിടിച്ചു നിന്ന് ഇന്നും ജയക്കൊടിയുടെ കീഴെ ജീവിക്കുന്ന 10,000 വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒറിജിനൽ സഭയൊന്നും നിയമം കൊണ്ടാകട്ടെ, ഭീഷണി കൊണ്ടാകട്ടെ, ഇനി എന്തുകൊണ്ടും ഇത്രയും ഭീകരതകൾ നേരിട്ടൊരു കൂട്ടർ ലോകത്തിലുണ്ടോ? അവർ നിന്നത് കർത്താവ് കൊടുത്ത ധൈര്യം കൊണ്ടാണ്. സഭയ്ക്കകത്തേക്ക് കയറുമ്പോഴേക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു അസാധാരണ ധൈര്യമുണ്ട്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട, തൻ്റെ ശരീരം തകർത്ത് തുറക്കപ്പെട്ട ജീവനുള്ള പുതുവഴിയാണ് തിരുസഭ. ആ വഴിക്കകത്ത് കയറി നിൽക്കുമ്പോൾ നിന്നെ അവിടെ എത്തിക്കുന്ന ഒരു പ്രത്യേക ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇതിനകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ വ്യാപാരമാണ് നമ്മളെ ചോദിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായി തരാൻ വേണ്ടി ദൈവമായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. യെശയ്യാപ്രവചനത്തിനകത്തൊക്കെ ഈ വഴിയെക്കുറിച്ച് കിടക്കുന്ന പ്രവചനം കൂടി അറ്റാച്ച് ചെയ്ത് പറഞ്ഞെങ്കിലേ ശരിക്കും നിങ്ങൾക്കിത് തെളിഞ്ഞു കിട്ടത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകപ്പെടുന്ന, ക്രിസ്തു അകത്ത് വന്നാൽ നമുക്ക് കിട്ടുന്ന ധൈര്യം ചെറുതല്ല. ആ ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഇന്ന് ദൈവത്തോട് എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? കർത്താവേ, അങ്ങയുടെ മകനാന്ന് പറയാനൊരു ധൈര്യം എനിക്ക് തരണം, അങ്ങയുടെ മകളാന്ന് പറയാൻ, വീട്ടിൽ ചെന്ന് നാട്ടിൽ ചെന്നൊക്കെ പറയണം. ആ ധൈര്യം എനിക്കുണ്ടാവണം. ആ ധൈര്യം എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ ഇതിനകത്ത് തയ്യാറാകും? എനിക്ക് യേശുവിനെ ഉയർത്തണം, എൻ്റെ ചാർച്ചക്കാരുടെയും വീട്ടുകാരുടെ നടുവിൽ എനിക്ക് അങ്ങയെ മഹത്വപ്പെടുത്തണം. അതിനുള്ള ധൈര്യം എനിക്കതാ കർത്താവേ. ജീവിക്കാൻ ഭയങ്കര ഭാരമാണ്, എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ ഭയങ്കര ബലഹീനതയുണ്ട്. അത് മുഴുവൻ ഇന്ന് എടുത്തു കളഞ്ഞിട്ട് അസാധാരണ ധൈര്യം എനിക്ക് തരണോ? യേശു തുറന്ന വഴികൾക്കകത്ത് എന്നെ കൂടി കയറ്റി നിർത്തണം. അതിൻ്റെ ഒരു അനുഗ്രഹം എന്നെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ എത്ര പേർ ദൈവസന്നിധിയിൽ തയ്യാറാകും? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ, ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു നിമിഷത്തേക്ക് നമ്മൾ വേർതിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പിന്നീട് പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ സമയത്തിൻ്റെ അതിക്രമം പലപ്പോഴും എന്നെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസന്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ദേഹം തകർത്തു തുറന്ന പുതുവഴി, അതിനകത്തേക്ക് 10,000 ദശലക്ഷക്കണക്കിന് ആളുകൾ പ്രവേശിച്ചു. അവരെല്ലാം ധൈര്യത്തോടെ വിശുദ്ധ മന്ദിരത്തിലേക്ക്, തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു. നിത്യതയിലെത്താൻ, സ്വർഗത്തിൽ ചെല്ലാൻ. ഞാനിങ്ങനെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരാത്മീക രഹസ്യം കൂടി പറഞ്ഞു നിർത്താം. സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കുക. ലോകത്തിലെ സകല ആളുകൾക്കും അറിയാം, മരണത്തിനപ്പുറം
നാം ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണമെന്ന് എല്ലാ മതങ്ങളും സമ്മതിക്കും. പക്ഷെ മതങ്ങൾ പറയുന്നു ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ആർക്കും ചെല്ലാൻ പറ്റിയല്ല. അതുകൊണ്ട് മരണത്തിന് ശേഷം മനുഷ്യനെ ഒരു പ്രത്യേക സ്ഥലത്ത് ആക്കിയതിന് ശേഷം ഭൂമിയിൽ പിന്നെയും അവർക്ക് വേണ്ടി നടത്തുന്ന പ്രത്യേക ദൈവപ്രസാദ കർമ്മങ്ങളിലൂടെ ദൈവം അവരോടുള്ള കോപം ക്ഷമിച്ചിട്ട് അവരെ നിത്യതയിലേക്കോ സ്വർഗത്തിലേക്കോ മോക്ഷത്തിലേക്കോ പ്രവേശിപ്പിക്കുന്നു എന്ന മതത്തിൻ്റെ ഭാഗം. എന്നാൽ തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, റോമാലേഖനം 5-ാം അധ്യായത്തിൽ, തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് സൗജന്യമായി ലഭിച്ച നീതീകരണ നിമിത്തം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. അതിനർത്ഥം എന്താ? ഇന്ന് ഇവിടെ വീണ് മരിച്ചാൽ നിനക്ക് നേരെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ ഒരിടനിലക്കാരനും വേണ്ട. കാരണം നീയും ദൈവവുമായിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചപ്പോൾ ഭയങ്കര സമാധാനം ഉണ്ടായി. അതുകൊണ്ട് ഈ മാർഗത്തിൽ വന്നവർ മരിച്ചാൽ പിന്നെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. കാരണം അവൻ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ സമാധാനം ഉണ്ടായല്ലോ. ആ സമാധാനം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെ പിന്നെയും നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. സഭയ്ക്കകത്ത് കയറിയാൽ, സത്യസഭയ്ക്കകത്ത് കയറിയാൽ അസാധാരണ ധൈര്യം ജീവിക്കാൻ, രക്തസാക്ഷിയാകണമെങ്കിൽ രക്തസാക്ഷിയാകാൻ, സമാധാനത്തോടെ മരിക്കാൻ, മരണം കഴിഞ്ഞ് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ചെല്ലാൻ, ഇതിനൊക്കെ എൻ്റെ പൊന്നു കൂടപ്പുറപ്പുകളെ ധൈര്യം ഉണ്ടാവണം. മരണത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ പറയാം, മരണത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം, സാധാരണ പരസ്യയോഗത്തിനൊക്കെ കർത്തൃദാസന്മാർ പ്രസംഗിക്കുന്നതാണ്. വോൾട്ടയർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, നിങ്ങൾ പോയി ഇപ്പോൾ റിസർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. വോൾട്ടയറിനെ നിങ്ങളൊന്ന് യൂട്യൂബിൽ വല്ലതും തപ്പി നോക്കണം. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയ്ക്ക് സമീപത്ത് ആരും, സ്വന്തക്കാരോ ബന്ധുക്കളോ ആരും ഇല്ലായിരുന്നു. ഒറ്റപ്പെട്ട മനുഷ്യൻ, ധാർഷ്ട്യക്കാരനായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത്, ബൈബിള് മുഴുവൻ ഞാൻ ഈ ലോകത്തുനിന്ന് തുടച്ചു മാറ്റുമെന്ന്. അത്രയ്ക്ക് ദൈവവിരോധിയായിരുന്നു ആ മനുഷ്യൻ. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ഹോം നേഴ്സിനെ ആക്കിയ ഒരു പ്രസ്ഥാനം, ആ ഹോം നേഴ്സ് എഴുതിയ ഒരു കൈപ്പുസ്തകം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചിട്ടില്ല, നെറ്റിൽ വല്ലതും തപ്പി നോക്കണം. അവർ പറഞ്ഞ ചില വാക്കുകൾ പ്രസിദ്ധമാണ്. അതിപ്രകാരമാണ് പറഞ്ഞത്, ഒരു നേഴ്സിനും ദൈവമില്ലാത്തൊരു മനുഷ്യൻ്റെ മരണക്കിടക്കടിയിൽ അങ്ങനെയുള്ള ഒരാളെ ശുശ്രൂഷിക്കാൻ ഉള്ള നിർഭാഗ്യം ഉണ്ടാകരുത്. കാരണം മരിക്കാൻ കിടക്കുമ്പോൾ വോൾട്ടയർ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മരിക്കുന്നില്ല. ചില ആളുകൾ അങ്ങനെയാ, മരിക്കുന്നില്ല. നമ്മുടെ നാട്ടിലും പല പല പ്രചരണങ്ങളുണ്ട്. മരിക്കാൻ കിടന്നാലും മരിക്കില്ല. ചില സമയത്ത് അദ്ദേഹം ഭയപ്പെട്ട് അലറിക്കരയും, തല ചെന്ന് ഭിത്തിക്കിട്ടിടിക്കും, കയ്യും കാലും വിട്ട് കിടക്കുന്ന സ്ഥലത്ത് കട്ടിലേക്കൊക്കെ ആഞ്ഞ് ചവിട്ടുകയും അടിക്കുകയും ചെയ്യും. അദ്ദേഹം അലറിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയും, എന്നെ ആരോ കൊണ്ടുപോകാൻ വരുന്നു, എനിക്ക് ഭയമാകുന്നു, ഞാൻ ഭയങ്കര ഇരുട്ട് കാണുന്നു, അയ്യോ എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊടുത്തുവിടല്ലേ എന്ന് അലറിക്കരയും. ഭയങ്കര തൻ്റെടിയായിരുന്നു അയാൾ ജീവിച്ചിരുന്ന കാലത്ത്. എത്ര ഇരട്ടച്ചങ്കനാണെങ്കിലും ജീവിതം അവസാനിപ്പിക്കുമ്പോൾ സമാധാനത്തോടെ അക്കരെ നാട്ടി പോണമെങ്കിൽ അതിനൊരു ധൈര്യം വേറെ വേണം ദൈവമക്കളെ. ആ ധൈര്യം പിള്ളേര് മുഴുവൻ ചുറ്റും നിന്നാലും, സിയോൻ ഗീതാവിലെ മുഴുവൻ പാട്ട് പാടിയാലും, 91 സങ്കീർത്തനം 9 പ്രാവശ്യം ചൊല്ലിയാലും ഈ ധൈര്യം കിട്ടിയാല. ഈ ധൈര്യം ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തു തുറന്നിട്ട പുതുവഴിയിലൂടെ കരസ്ഥമാക്കിയാൽ, ഞാൻ ആത്മാവിൽ പറയാം, സ്വത്ര അസാധാരണ ധൈര്യം നിത്യതയിലെത്താൻ വരെ. അത് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ഒന്നിനെയും പേടിക്കണ്ടെന്നാണ് എബ്രായ ലേഖനത്തിന്റെ സതുപദേശം. ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഭക്തജനങ്ങളോട് ഞാനൊരു വാക്ക് പറയാം. മണ്ടത്തരങ്ങൾക്ക് തലവെച്ച് കൊടുക്കരുത്. നാം ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദൈവത്തെ കാണേണ്ടി വരും. അന്ന് നിങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ, ഞാൻ കരഞ്ഞോണ്ടാണ് പലപ്പോഴും ഭാഗങ്ങളൊക്കെ ചിന്തിക്കാറുള്ളത്. കർത്താവിന് വേണ്ടി ഓടി അധ്വാനിച്ച ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ അപ്പനെ, ഞാൻ പ്രസംഗിച്ച, ഞാൻ ചങ്ക് പൊട്ടി ആരാധിച്ച, ഞാൻ എൻ്റെ ഊർജം മുഴുവൻ എടുത്ത് പ്രസംഗിക്കുന്ന
എൻ്റെ അപ്പനെ കാണാൻ ഇടനിലക്കാരെ കൊണ്ട് ചെന്നെങ്കിലേ ഒക്കത്തുള്ളൂ എന്ന് പറയുന്നതിനോടത്തോളം നാണക്കേട് എന്നെ സംബന്ധിച്ച് വേറൊന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഭാവനയിൽ ഇടയ്ക്കിടയ്ക്ക് കാണും. ഒറ്റയ്ക്ക് വാഹനമൊക്കെ ഓടിച്ചു പോകുമ്പോൾ എത്രയോ പ്രാവശ്യം എൻ്റെ കണ്ണ് നിറഞ്ഞ് രണ്ട് സൈഡിലൂടെ കണ്ണുനീർത്തുള്ളികൾ പാറി ഒഴുകിയിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ദൂതന്മാർ സന്തോഷത്തോടെ എൻ്റെ അപ്പൻ്റെ മുമ്പിലേക്ക് കൊണ്ടു ചെല്ലും. എൻ്റെ വിചാരം, ഞാൻ ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ വാരി പുണരും. അവൻ എന്നെ നെറ്റിയിൽ ചുടുചുംബനം തരും. ഇവിടെ തോക്കാതെ ലജ്ജിക്കാതെ ഈ അപ്പൻ്റെ മുമ്പിൽ പിടിച്ചു നിന്നാൽ അതിനുള്ള ധൈര്യം ഇവിടെ വെച്ച് തന്നവനാ യേശു. അതുകൊണ്ട് മതങ്ങൾ പറയുന്നത് കേട്ട് അബദ്ധം കാണിക്കരുത്. ദൈവസഭയ്ക്കകത്ത് വന്നാൽ ജീവിക്കാനുള്ള ധൈര്യം കിട്ടും, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും. ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു, ഒടുവിലത്തെ ശത്രുവായ മരണത്തെയും ജയിക്കാൻ ധൈര്യം കിട്ടും. അത് വേണമെങ്കിൽ ഇന്ന് സന്ധ്യയാവുന്ന സമയത്ത് അനുഗ്രഹിക്കുന്ന മീറ്റിംഗിൽ വെച്ച് ദൈവസന്നിധിയിൽ കർത്താവിനോട് പറ. കരയുന്നവരും കണ്ണുനീരൊഴുകി ഇറങ്ങുന്നവരൊക്കെ കർത്താവിനോട് പറ, ഞാനിതൊക്കെ ആദ്യമായിട്ടാ കേൾക്കുന്നത്. അപ്പാ, എനിക്ക് വേറൊന്നും വേണ്ട, ജീവിക്കാനുള്ള ധൈര്യം തന്നാ മതി കർത്താവേ, ജീവിക്കാനുള്ള ധൈര്യം തന്നാ മതി. ധൈര്യമുള്ളവൻ എവിടെയും വിജയിക്കും ബ്രദറെ. നിന്റെ വിഷയം പരീക്ഷയ്ക്ക് 10 മാർക്ക് പറഞ്ഞതല്ല. നിന്റെ വിഷയം ഹല്ലേലൂയ, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാൻ വയ്യാത്തതല്ല. നിന്റെ വിഷയം ധൈര്യമില്ലാത്തതാണ്. ഇന്ന് ദൈവത്തോട് ചോദിക്ക്, ധൈര്യമുണ്ടെങ്കിൽ നീ ജീവിക്കും എല്ലാവരുടെ മുമ്പിൽ. ഞാൻ അത് മാത്രം പ്രാർത്ഥിച്ചു നിർത്താം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സന്തോഷത്തോടെ ഈ കൂട്ടത്തോട് വചനം പറയാൻ ലഭിക്കുന്ന അവസരത്തിന് നന്ദി. നന്നായി വചനം ഗ്രഹിക്കുന്ന സിംഗപ്പൂരിലെ മലയാളി കോൺഗ്രിഗേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരേറ്റെടുക്കുന്നു, കരയുന്നു. കുഞ്ഞുങ്ങൾ പോലും യൗവനക്കാർ പോലും എൻ്റെ അപ്പൻ്റെ ധൈര്യത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്നു. നിത്യതയെക്കുറിച്ചുള്ള പ്രകാശനം അവരുടെ ഹൃദയത്തിനകത്ത് വരട്ടെ. അപ്പ എന്ന് വിളിക്കുമ്പോൾ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ ധൈര്യം ദൈവം കൊടുക്കുന്നതിനായി സ്തോത്രം. തിരുസന്നിധിയിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇന്നിവിടെ വന്നവരൊക്കെ അനുഗ്രഹിച്ചേക്കണം. കർത്താവിന്റെ മഹത്വം. അങ്ങ് മഹാപുരോഹിതനാണ്. അങ്ങ് ഞങ്ങളുടെ ധൈര്യം തന്നവനാണ്. ഞങ്ങൾക്ക് സ്വർഗത്തിൽ ധൈര്യത്തോടെ ചെല്ലാൻ പറ്റും എന്നതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ് കർത്താവേ. ഇപ്പൊ പ്രാർത്ഥിച്ച് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അനുവദിച്ച നാളെ ഞായറാഴ്ചയാണല്ലോ. ശക്തമായ ദൈവിക ആരാധനയും ദൂതും എല്ലാം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്തൃദാസൻ ബാക്കി കാര്യങ്ങൾ ഓർപ്പിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.